അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് പൊട്ടുകടല വെച്ചിട്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും, എങ്കിലും നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ദോശക്കും ഇഡ്ഡലിക്കും നമുക്ക് അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. ഇതിപ്പോൾ പൊട്ടുകടല 1 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉണക്കമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും മതി. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചൂടാട്ടെ ചട്ടി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഉണക്കമുളക് ഇടാം. ഇതൊന്ന് നല്ല ഉണക്കമുളക് ഒന്ന് മൂത്ത് വരാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരുപാട് മുക്കാണ്ടിരിക്കണേ നമ്മൾ ആദ്യം എന്ത് ഇടണം? വെളുത്തുള്ളി ഇടണം. അപ്പോൾ ഇതിൻ്റെ നനവുകൊണ്ട് കരിച്ചെല്ലാം അവിടെ നിൽക്കും. അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് വെളുത്തുള്ളി ഒന്ന് മൂക്കുമ്പോൾ മണം വരും. ഇനി അങ്ങനെ ഉണക്കുമുളക് ഇനി കരിയൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് മൂത്ത് മണം വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൽ കൂടെ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഒന്ന് നന്നായി വണക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെയും ഉണക്കമുളകിൻ്റെയും പൊട്ടുകടലേൻ്റെയും ഒക്കെ. പൊതുവേ നമുക്ക് കടലമാവിൻ്റെ ഒക്കെ നല്ല മണം വരില്ല, അതേപോലെ നല്ല മണം വരുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലല്ലേ, നല്ല ടേസ്റ്റാണിത് ചമ്മന്തി. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ പറഞ്ഞാൽ പൊട്ടുകടല ഏറ്റവും നല്ലതാണ്. പൊട്ടുകടല പറഞ്ഞാൽ വെയിറ്റ് കൂട്ടാൻ അത് പറ്റിയ സാധനം. ചെറിയ കുട്ടികൾക്കൊക്കെ, പ്രസവിച്ച കുട്ടികൾക്കൊക്കെ, വെയിറ്റ് ഇല്ലാണ്ട് പ്രസവിച്ച കുട്ടികൾക്ക്. എൻ്റെ മകനൊക്കെ പ്രസവിക്കുമ്പോൾ വെയിറ്റ് കമ്മി വരും. അവന് 1.5 കിലോ ഒക്കെ ആയിരുന്നു, 1600. അപ്പോൾ അവനക്കൊക്കെ ഞാൻ ഇത് പൊട്ടുകടല പൊട്ടുകടല പൊടിച്ചിട്ട് വെക്കും. എന്നിട്ട് അത് ഒരു നുള്ളി അതും കൊടുക്കും, 2 തുള്ളി വെളിച്ചെണ്ണയും കൊടുക്കും. ശുദ്ധമായ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് അതും കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ വെയിറ്റ് കൂടാൻ ആഴ്ചക്ക് കൊണ്ടുപോയിട്ട് വെയിറ്റ് കൂട്ട് നോക്കുകയില്ല. അത് നല്ലതാണ്. കുട്ടികൾ ചെറിയ പൈതങ്ങൾക്കൊക്കെ അല്ലേ വെയിറ്റ് കൂട്ടാൻ പറ്റിയൊരു സാധനമാണിത്. പൈതങ്ങൾക്ക് നല്ല എല്ലാവർക്കും. അപ്പോൾ അത് ഇപ്പോൾ ഇതിലിപ്പോൾ എല്ലാം നല്ല സാധനങ്ങളാണ് ചേർന്നിരിക്കുന്നത്. നമുക്ക് ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടാറട്ടെ. ആക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ഒന്ന് ആട്ടി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കലക്കി സെറ്റാക്കി വെക്കാം ദോശ ഇടാൻ. ഇതിപ്പോൾ പച്ചരിയും ഉഴുന്നും മാത്രമാണ് ഇപ്പോൾ കുതിർത്തിട്ട് ആട്ടി വെച്ചാണ് ഇന്നലെ. പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കത് ഒന്ന് ഒക്കെ ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് കലക്കി വെക്കാം. ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ഇത്തിരി ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ക്രീം രൂപത്തിൽ അരച്ചെടുക്കാം. പാകത്തിന് ഉപ്പിടുക, കുറച്ച് വെള്ളം. നമുക്കത് അരച്ചെടുക്കാം. നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ദോശൻ്റെ കൂടെ, ഇഡ്ഡലിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ എന്തിനു വേണമെങ്കിലും കഴിക്കാം. അത് ഇഡ്ഡലിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ ചമ്മന്തിയും ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായി ടേസ്റ്റ് ഉണ്ട്. അപ്പത്തിൻ്റെ കൂടെ അത് തനിയത് മതി. ഇപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോണത്. ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അസ്സലാമലൈക്കും. പേരക്കുട്ടിൻ്റെ ബർത്ത്ഡേയും കൂടിയാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ. നിൻ്റെ മോളുടെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവനിക്കൊന്ന് വിഷ് ചെയ്യണം കേട്ടോ എല്ലാവരും.